മഹാവിസ്ഫോടന സിദ്ധാന്തം ആരാണ്? ജോർജ് ഗാമോ, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായ റാൽഫ് ആൽഫറും. ഇപ്പൊ ഒരു സ്ഫോടനമൊക്കെ ഉണ്ടാകാന്നുണ്ടെങ്കിൽ അതിൽ എന്താണെങ്കിലും നമ്മൾ കെമിസ്ട്രി ഒക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഗാമ ആൽഫ കിരണങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവേണ്ടതാണ് അല്ലെ. അപ്പോ നിങ്ങൾ നോക്കാം, ഈ ഗാമ ആൽഫ സ്ഫോടനം ഉണ്ടാകുന്നതിന് ഒരു ഗാമ ആൽഫ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം. ഇനി സ്പന്ദന സിദ്ധാന്തം ആരാണ് ഉപജ്ഞാതാവ്? എഡിങ്ടൺ. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ സ്പന്ദനം ടിക് ടിക് ടിക്, നമ്മുടെ ഹൃദയമൊക്കെ ഇങ്ങനെ അടിക്കൂലേ, ടിക് 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 എന്നൊക്കെ പറയുന്നത്. അപ്പൊ ടിക് ടിങ്, ആർതർ എഡിങ്ടൺ. സ്പന്ദനം എഡിങ്ടൺ, ഒരു സ്പന്ദനം പോലുള്ള പേര് ആർതർ എഡിങ്ടൺ എന്നൊക്കെ. അപ്പൊ ആ സ്പന്ദനം എഡിങ്ടൺ, ആ ടിക് ടിക്, നമ്മുടെ ഹൃദയം ഇടിക്കുന്ന സ്പന്ദനത്തിന്റെ ശബ്ദത്തിന്റെ പോലെ ഉണ്ട് എന്ത്, അതിന്റെ ആ പേര് എഡിങ്ടൺ, ടിക് ടിക് അല്ലെ. പിന്നെ സമനില സിദ്ധാന്തം, സ്റ്റഡി സ്റ്റേറ്റ് മോഡൽ ആരാണ്? ഹെർമൻ ബാൻഡിയും തോമസ് ഗോൾഡും. ബാൻഡി എന്നുള്ളത് ബ്രാൻഡി ആക്കുക, ഗോൾഡ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിയുടെ പേരാണ് ഗോൾഡ് അല്ലെ, ഗോൾഡ് ബ്രാൻഡി. ഗോൾഡ് ബ്രാൻഡി കുടിച്ചിട്ട് എന്ത് ചെയ്യാണ്, സമനിലേക്ക് ആകെ തെറ്റി അല്ലെ. അപ്പൊ അതൊന്ന്, ഈ ഗോൾഡ്, ഹെർമൻ ബാൻഡിയും തോമസ് ഗോൾഡും, നമുക്ക് അതിലവിടെ ബാൻഡിയും ഗോൾഡും മാത്രം മതി. അപ്പോൾ ഹെർമൻ ബാൻഡിയാണ് ബ്രാൻഡി, തോമസ് ഗോൾഡ് അല്ലെ. അതൊക്കെ പഠിക്കാൻ വേണ്ടി പറയുന്നുണ്ടാ. എന്താണ് ബാൻഡി? അപ്പൊ ഗോൾഡ് ബ്രാൻഡി കുടിച്ചിട്ട് സമനില തെറ്റി. ഏതാണ്? ഗോൾഡ് ബ്രാൻഡി കുടിച്ചിട്ട് സമനില തെറ്റി. നമുക്ക് എന്ത് കിട്ടി? സമനില സിദ്ധാന്തം ആരാണ്? ഹെർമൻ ബാൻഡിയും തോമസ് ഗോൾഡും.